കണ്ണിനെ ഹറാമിൽ നിന്ന് സംരക്ഷിച്ചാൽ അയാളുടെ കൽബ് വേഗം നന്നാവും. അയാളുടെ കൽബും മറ്റു അവയവങ്ങളും അള്ളാഹു പ്രകാശിപ്പിക്കും. അങ്ങനെ കൽബ് പ്രകാശിച്ച് ഹൃദയം പ്രകാശിച്ച ഒരാളുടെ നാവിൽ നിന്ന് ഒരു കാര്യം വന്നാൽ അത് പുലരുകയും ചെയ്യും. ആ രോഗം വേണ്ടെന്ന് ഒരു പറഞ്ഞാൽ വേണ്ട, ഓപ്പറേഷൻ ഓപ്പറേഷൻ വേണ്ട. ആ നാവിന് അത്രമേൽ അസറുണ്ടാവും. കാരണം ആ കണ്ണായിരിക്കും. അതാണ് കാരണം. ലോകത്തൊരു മനുഷ്യന് നന്നാവണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് കണ്ണ് ഹറാമിൽ നിന്ന് ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ്. കണ്ണ് ഹറാമിൽ നിന്ന് ക്ലോസ് ചെയ്യാത്ത കാലത്തോളം അയാൾ എത്ര കുത്തി പറഞ്ഞാലും ശരിയാവില്ല, നന്നാവില്ല, റെഡിയാവില്ല. അയാൾക്ക് തെറ്റിൽ നിന്ന് രക്ഷപ്പെട്ടു കിട്ടാൻ കഴിയില്ല. ഒരു മനുഷ്യനെ അള്ളാഹു പ്രകാശിപ്പിക്കണമെങ്കിൽ അയാളുടെ കണ്ണാണ് ആദ്യം സംരക്ഷിക്കേണ്ടത്. പ്രകാശത്തെ കുറിച്ച് പറയുന്ന, പ്രകാശിപ്പിക്കലിന്റെ വിവിധ ഏരിയകളെ കുറിച്ച് പറയുന്ന സൂറത്തു നൂറുണ്ട് ഖുർആനിൽ. അതിൽ അള്ളാഹു പറയുന്നുണ്ട് എന്ത്? ഖുല്ലിൽ മുഅ്മിനീന യഗ്ദു മിൻ അബ്സാരിഹിം. നബിയെ തങ്ങൾ പറയൂ ഉമ്മത്തിനോട് ഹറാമ് കാണില്ലേ. അള്ളാഹ് പറയാൻ പറഞ്ഞിട്ട് റസൂലുള്ള പറഞ്ഞ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ ഇനി ഏത് വേണ്ട കേട്ടിട്ട് നമ്മൾ നന്നാവോ? ഇനി ആരാ അതിന്റെ മേലെ നമുക്ക് പറഞ്ഞുതരാൻ വേണ്ടത്?